നാഷണൽ ഡേ ആയിട്ട് ഞാൻ മാത്രമായിരിക്കും ഇങ്ങനെ വീട്ടിൽ കുത്തി ഇരിക്കുന്നത്. ആൻഡ് എനിക്ക് ഇരുന്നിരുന്ന് വേറെ ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാൻ പോവാം. ആൻഡ് അപ്പോൾ ഞാൻ നടക്കാൻ പോകാനായിട്ട് റൂഫിൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നുണ്ടെന്ന്. അപ്പോൾ റൂഫ വാസ് ലൈക്ക് ഷീസ് ഹാവിങ് ഡിന്നർ ആൻഡ് ഷി വിൽ കം ആഫ്റ്റർ ദാറ്റ്. അപ്പം ഞാൻ വേഗം റെഡിയായി, ഇനി കമ്മലൊക്കെ ഇടണം. അങ്ങനെ ഒരു വീട്ടിലെ സോക്സ് കാണാതെ പോയി. അത് ചോദിക്കാൻ വന്നേ. ഓക്കെ, ജസ്റ്റ് ഹോസ്റ്റൽ തിങ്സ് യു നോ. അപ്പോൾ ഞാൻ റൂഫിയും കൂടെ പുറത്ത് പോവാം. എവിടേക്കൊന്നുമില്ല, എനിക്ക് എവിടെയെങ്കിലും നടക്കണം തോന്നി. ആൻഡ് ഐ ഡോണ്ട് നോ, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് വീട്ടിൽ പോകണം. ആ അവസ്ഥയാണ് ഗൈസ് ഇവിടെ. മൈ എക്സ് റൂം വാസ് സോ ഗുഡ് ആൻഡ് മൈ എക്സ് റൂഫ. പക്ഷേ എന്താ പറയുക, റൂഫിനെ കിട്ടിയെന്നും ആണ് ആ റൂം ബുക്ക്ഡായി പോയത്. അല്ലെങ്കിൽ ഐ കുഡ് ഹാവ് ചൂസൺ ദാറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പുറത്ത് പോകാം. ഹലോ. അപ്പോൾ ഗൈസ്, ഞാനും എൻ്റെ എക്സ് റൂംമേറ്റും കൂടെ ബുർജുമൻമലിലേക്കാണ് പോകുന്നത്. അവിടെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് നമുക്ക് ഫാൽക്കൻ്റെ കയ്യിലെടുത്ത് ഫോട്ടോ എടുക്കാം. കാലിഗ്രാഫി അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും. പിന്നെ അവർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ. പിന്നെ അതേപോലെ മെഹന്തി, അങ്ങനെ ഈ വക പരിപാടിയെല്ലാം ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. സോ നമ്മൾ അതൊക്കെ ഒന്ന് കാണാൻ പോയി. കൂടാതെ ഇതാ ഫാൽക്കനെയും പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേക്കും എല്ലാം കഴിയാറായിട്ടുണ്ടായി. കാരണം നമ്മൾ രാത്രിയാണ് പോയത്, രാവിലെ തൊട്ട് നടക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ബാക്കി എല്ലാത്തിനും നല്ല ക്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇത് മാത്രമേ ചെയ്തുള്ളൂ. തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടിയിൽ തന്നെ ഉള്ള കടയിൽ നിന്ന് കറക്റ്റ് കുടിച്ചിട്ടോ. എനിക്ക് ആക്ച്വലി കറക്റ്റ് ഇഷ്ടപ്പെട്ടു. റൂഫ മലയാളത്തിൽ എണ്ണാൻ പഠിച്ചു. മലയാളത്തിൽ വേറെ ഒന്നും അറിയില്ല, പക്ഷെ എണ്ണാൻ പഠിച്ചു. അതിൽ ഷോയും 1 2 3 4 5 6 7 8 9 10. അങ്ങനെ ലിഫ്റ്റിൽ കയറി വീഡിയോ ഒക്കെ എടുത്തേക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ഫ്ലോർ നമ്പർ പ്രസ് ചെയ്യാൻ പറഞ്ഞു ഗൈസ്. കാരണം എനിക്കിപ്പോഴും അടിയിലേക്ക് ഞാൻ മാറി എന്നുള്ളത് ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഐ മിസ് മൈ റൂം. പിന്നെ ഗൈസ്, ഞാൻ നമുക്ക് ഞമ്മൻ കഴിക്കാനായിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയായിരുന്നു. ചപ്പാത്തി, ദോശമാവ്, ഇങ്ങനെ സാധനങ്ങളൊക്കെ. ഞാൻ ഇപ്പോഴാണ് ഈ റൂമിലേക്ക് മാറി പിന്നെയാണ് കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. 10 മണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇതുവരെ ഡിന്നർ കഴിച്ചിട്ടില്ല. എനിക്ക് ആക്ച്വലി വിശക്കുന്നില്ല. സംഭവം ഞാനിങ്ങോട്ട് മാറിയപ്പോൾ പിന്നെ എൻ്റെ വിശപ്പൊക്കെ എവിടേക്കോ പോയി. ഐ ഡോണ്ട് നോ വൈ. ഐ ആം നോട്ട് ഫീലിംഗ് വെൽ ഇൻസൈഡ്. യു ലൂസ് യുവർ അപ്പറ്റൈറ്റ് റൈറ്റ്. സോ അപ്പം അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ ചീത്ത പറഞ്ഞു. sorry for the sound. അമ്മേനെ കുറേ ചീത്ത പറഞ്ഞു. സോ ഐ മേക്കിംഗ് ഡിന്നർ നൗ. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഒന്നും കഴിച്ചിട്ടില്ല ആക്ച്വലി. അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴേക്കും എനിക്ക് വിശക്കണത്. അപ്പം അപ്പൻ്റെ അവിടെ ഞാൻ പറഞ്ഞു വിശക്കണോ എന്ന് പറഞ്ഞു. അമ്മേനെ തന്നെ വിളിക്കും. I don't know. So I'm gonna make chapati and omelette. വേറെ ഒന്നുമില്ല ഗൈസ്, ഞാൻ എൻ്റെ കുറച്ച് പരാതിയും സങ്കടങ്ങളൊക്കെ പറയായിരുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അച്ഛനും അമ്മയൊക്കെ നാട്ടിലേക്ക് പോയിട്ടും എല്ലാം ഇവിടെ ആയിട്ട് അങ്ങനെ മിങ്കിളായിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് എൻ്റെ UAE നാഷണൽ ഡേ കഴിഞ്ഞത്.